ഇടുക്കി പീരുമേട്ടിൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത തപാൽ ജീവനക്കാരനെ മർദ്ദിച്ചതിൽ 7 CPIM പ്രവർത്തകർക്കെതിരെ കേസ്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ, പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. പീരുമേട് പോസ്റ്റ് ഓഫീസിലെ ഗിന്നസ് മാടസ്വാമിക്കാണ് മർദ്ദനമേറ്റത്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, തപാൽ ജീവനക്കാരനെ മർദ്ദിച്ചവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഇന്നലെ നടന്ന പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ 2 അനിഷ്ട സംഭവങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതിലൊന്ന് കുമളിയിൽ ജലസേചന വകുപ്പിലെ ജീവനക്കാരനായിട്ടുള്ള അടിമാലി സ്വദേശി വിഷ്ണുവിനെ ഈ സമര അനുകൂലികൾ മർദ്ദിച്ചതായിരുന്നു. മറ്റൊരു സംഭവം പീരുമേട്ടിലെ തപാൽ ഓഫീസിൽ ഉണ്ടായ സംഭവമാണ്. തപാൽ ജീവനക്കാരനെ മർദ്ദിച്ചൊരു സംഭവമായിരുന്നു. 2 അനിഷ്ട സംഭവങ്ങളിലും 2 ജീവനക്കാരും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിൽ തപാൽ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് പീരുമേട്ടിൽ തപാൽ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് FIR രേഖപ്പെടുത്തിക്കൊണ്ട് കേസെടുത്തിട്ടുള്ളത്. CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആർ തിലകൻ, പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അടക്കം 7 പേർക്കെതിരെ 7 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പീരുമേട് പോസ്റ്റ് ഓഫീസിലെ ഗിന്നസ് മാടസ്വാമി ആയിരുന്നു ഇന്നലെ മർദ്ദനത്തിന് ഇരയായത്. അദ്ദേഹമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് ഈ തപാൽ ഓഫീസ് തുറന്ന ശേഷം അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. തപാൽ ഓഫീസ് തുറക്കുക മാത്രമാണ് ചെയ്തത്. അതിന് പിന്നാലെ സമരാനുകൂലികൾ അവിടെ എത്തുകയും ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം എല്ലാം, കമ്പ്യൂട്ടറും എല്ലാം തന്നെ ഓഫ് ചെയ്തുകൊണ്ട് ഷട്ടർ താഴ്ത്തി ഗിന്നസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രകോപിതരായി എത്തിയ സമരാനുകൂലികൾ അതിക്രൂരമായി ഈ ഗിന്നസ് മാടസ്വാമിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ അശ്ലീലം പറയുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് എത്തിയ ശേഷവും ഈ മർദ്ദനവും അശ്ലീലം പറയുന്നതും തുടരുകയും ചെയ്തിരുന്നു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയ ശേഷമാണ് എന്താണെങ്കിലും 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ 7 പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടികളിലേക്ക് പീരുമേട് പോലീസ് പോകുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സുജയ. ഓക്കെ രാഹുൽ.